ഇവിടെ നിന്ന് പോകുന്നവർ ഇവരെല്ലാം എന്ത് ചെയ്തു കൂട്ടുന്നുവോ ഇതെല്ലാം ആകത്തുകയിൽ കണക്ക് കൂട്ടിയാൽ ഹബീബിന്റെ ഹദീസിന്റെ പുലർച്ചയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ ഹബീബ് സംസാരിക്കുകയില്ല. യൂഷികു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് അറബ് രാജ്യങ്ങളല്ലെന്നറിയണം. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് വെറും യൂറോപ്പുകാരും അമേരിക്കക്കാരും മാത്രമല്ല. അതിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇറാഖിനെതിരെ ഉപരോധം നടത്തിയപ്പോൾ ഹബീബിന്റെ വാക്കാണ്, സ്വഹാബത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് നമ്മുടെ മുമ്പിൽ പുലർന്നിരിക്കുന്നത്. നമ്മൾ അറിയണം, ഇത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ പുലർച്ചയാണ്. എന്നാൽ സിറിയയെ സംബന്ധിച്ച് യൂഷികു സിറിയയെ സംബന്ധിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു യൂഷികു അഹ്ലുശ് ശാം അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുജി. നമ്മൾ അറിയണം, ഇനി നടക്കാൻ പോകുന്ന സംഗതിയാണത്, ഇനി കാണാൻ പോകുന്നതാണത്. സിറിയക്കെതിരെ ഉപരോധം വരും. ആ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഭാഗികമായി ഇന്നുണ്ട്. എന്നാൽ പരിപൂർണമായി ജോർഡാനും ലബനാനും സിറിയയും ഫലസ്തീനും അടങ്ങുന്ന 4 രാജ്യങ്ങളെ പൂട്ടിക്കെട്ടുന്ന രീതിയിൽ യൂഷിക്കു. മുമ്പ് ഉപരോധമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലും. അതിന്റെ മുമ്പും രാജ്യങ്ങളെ ഭരണാധികാരികൾ, രാജാക്കന്മാർ, നഗരങ്ങളെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യത്തിൽ നഗരത്തിന്റെ കോട്ടകളെ വളഞ്ഞുകൊണ്ടായിരുന്നു. ഒരു ദിവസം, ഒരു മാസം, 2 മാസം, 3 മാസം, 1 കൊല്ലം, ഇങ്ങനെയൊക്കെ ആ കോട്ടക്കകത്തേക്ക് വരുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യുകയും പുറമേ നിന്ന് വരുന്ന ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും തടഞ്ഞു നിർത്തുകയും ചെയ്ത് കോട്ടക്കകത്തുള്ള ആളുകളെ ആ കീഴടക്കാൻ വന്ന രാജാവിന് കീഴടങ്ങാൻ വേണ്ടി അന്നപാനീയങ്ങൾ തടഞ്ഞു വെച്ചുള്ള ഒരു ഹിസ്വാർ, ബോയ്ക്കോട്ട്, ഒരു ഉപരോധമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അതുപോലെയുള്ള ഒരു ബഹിഷ്കരണമല്ല, ഒരു ഉപരോധത്തെ കുറിച്ചല്ല നബി തങ്ങൾ പറഞ്ഞത്. യൂഷിക്കു അങ്ങനെ ഒരു നഗരത്തിന്റെ വാതിൽക്കൽ ആരെങ്കിലും ചെന്നുകൊണ്ടല്ല. എന്നാൽ താത്വികമായി നോക്കിയാൽ അതുപോലെ ഉപരോധം തന്നെ. പ്രത്യക്ഷത്തിൽ ആരും ഒരു രാജ്യത്തേക്കുള്ള കവാടം അടച്ചു വെച്ചില്ല. എന്നാൽ ആ രാജ്യവുമായി ട്രേഡുകൾ പാടില്ലെന്നും കരാറുകൾ പാടില്ലെന്നും ആ രാജ്യത്തിന്റെ ഒരു വിഭവവും ഒരാളും വാങ്ങിക്കാൻ പാടില്ലെന്നും ആ രാജ്യത്തിന് ഒരാളും ഒന്നും വിൽക്കാൻ പാടില്ലെന്നും പറയുന്ന ആധുനിക ഉപരോധത്തെ പറയാൻ നിബിധങ്ങൾ യൂഷിക്കു അൻ ലാ യുജ്ബാ. ആ പ്രയോഗത്തിനകത്ത് ആഗോള സംവിധാനങ്ങളിൽ വരുന്ന ആധുനിക കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഉപരോധത്തിന്റെ ഒരു ചിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരായിരിക്കും ഫലസ്തീനിനെതിരെ, ആരായിരിക്കും ഇറാഖിനെതിരെ, ആരായിരിക്കും സിറിയക്കെതിരെ, ഇനി ജോർഡാനിനെതിരെ, ലബനോനിനെതിരെ ആരായിരിക്കും ഈ ഉപരോധം ഏർപ്പെടുത്തുക? മിൻ ഐന ദാലിക്, എവിടെ നിന്നാണ് അത് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഖിബലിർ റൂം. സിറിയക്കെതിരെ ഉണ്ടാകുന്ന, ഷാമിനെതിരെ ഉണ്ടാകുന്ന ഉപരോധം യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും. അതിൽ യൂറോപ്പിലും അമേരിക്കക്കാരുമല്ലാത്ത രാജ്യങ്ങളില്ല. അതിൽ ചൈനയുണ്ടാവില്ല, റഷ്യയുണ്ടാവില്ല, ഇന്ത്യയുണ്ടാവില്ല, ജപ്പാൻ ഉണ്ടാവില്ല, ഈസ്റ്റേൺ രാജ്യങ്ങളൊന്നുമില്ല, അറബ് രാജ്യങ്ങളുമില്ല. അത് പ്യൂർ യൂറോപ്യരും അമേരിക്കക്കാരും മാത്രം നടത്തുന്ന ഉപരോധമാണ് സിറിയക്കെതിരെ ഇനി നടക്കാൻ പോകുന്നത്. അതിന്റെ ആരംഭമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തീവ്രവാദ ഭ്രാന്തന്മാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കശാപ്പുകൾ. അതിന്റെ പേരിലാണ് ഒരു രാജ്യത്ത് മുഴുവനും നടക്കുന്ന കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് നിരപരാധികളായ പിഞ്ചു മക്കൾക്കെതിരെ ബോംബെറിയപ്പെടുന്നത്. അതിന്റെ പേരിലാണ് നിരപരാധികളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് നിരാലംബരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ഹർമജദൂൻ എന്ന് പറയുന്ന വളരെ അതിമഹത്തായ നബിയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത്
ബൈബിൾ പുസ്തകത്തിൽ പറഞ്ഞത്, ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞത്. റൊണാൾഡ് റീഗനെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അവര് പോലും ഈ ജനറേഷനാണ് ഹർമജദൂൻ യുദ്ധത്തിന് സാക്ഷികളാകാൻ പോകുന്നത് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നബിതങ്ങൾ എന്താണ് പറഞ്ഞത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഔഫ് ഇബ്നു മാലിക് അടക്കമുള്ള സ്വഹാബിമാർക്ക് അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഹയിന്റെ വെളിച്ചം വരികയാണ്. ഈ വഹയാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞുപോയത്. നബി തങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തിയ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഹലീമ സഅദിയെ പോലെ തന്നെ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ ബീവി നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. 80 വയസ്സുണ്ടായിരുന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മോനെ 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 സംരക്ഷണത്തിന് ഈ ഉമ്മ കൂടെ വരാം എന്ന് 80 കഴിഞ്ഞ ഉമ്മ ഹബീബ് പോകുന്ന യുദ്ധങ്ങളിൽ ഹബീബിനെ പരിപാലിക്കാൻ പോകുമായിരുന്നു. ആ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ വഫാത്താവുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഇബ്നുൽ ഖത്താബ്, ഉമറേ ഉമറേ നമുക്കൊന്ന് പോയി നോക്കാം, ഹയ്യാ ബിനാ നസൂറു ഉമ്മ ഐമൻ, നമുക്ക് ഉമ്മു ഐമൻ ബീവിയെ പോയി എന്ന് സന്ദർശിക്കാം. കമാ കാന റസൂലുള്ളാഹി യസൂറുഹാ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ചെന്ന് കാണുമായിരുന്നല്ലോ, ഇടക്കിടക്ക് അവരെ ചെന്ന് സന്ദർശിക്കുമായിരുന്നല്ലോ, നമുക്കും അവരെ ചെന്ന് കണ്ടു നോക്കാം. അങ്ങനെ രണ്ടുപേരും പോകുന്നു. പരിശുദ്ധ ഹദീസിൽ കാണാം, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ ബീവി കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. അപ്പോഴാണ് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, ഉമ്മാ, നിബിതങ്ങൾ അങ്ങനെയായിരുന്നു ഉമ്മ ഐമൻ ബീവിയെ വിളിച്ചത്, ഉമ്മ എന്ന് വിളിക്കുമായിരുന്നു. ഉമ്മ, അല്ലാഹു അവന്റെ ഹബീബിന് കൊടുക്കുന്നതല്ലയോ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം നിബിതങ്ങൾ ജീവിച്ചിരുന്നാൽ നമ്മൾ നബിക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈറ് അല്ലാഹു കൊടുക്കുന്നതല്ലയോ ഉമ്മ? അതേ മക്കളെ, എനിക്കറിയാം അല്ലാഹു അവന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഹബീബ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഖൈറ്, ഹബീബിന് ഖൈറ് അല്ലാഹുവിന്റെ അരികത്തേക്ക് പോകൽ തന്നെയാണ്. എന്നാലും മക്കളെ, ഈ ഉമ്മയുടെ കണ്ണുനീർ അടങ്ങാതിരിക്കുന്നത്, ഈ ഉമ്മ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ആകാശലോകത്ത് നിന്ന് വരുന്ന വഹി മുറിഞ്ഞു പോയല്ലോ, വഹി നിന്ന് പോയല്ലോ. ഓരോരോ സംഭവങ്ങൾ ഓരോരോ നേരത്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്ന ആ സംഭവം നിന്നുപോയില്ലേ? ഇന്ന് വഹിയില്ലല്ലോ. ആരാണ് നമുക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്? ആരാണ് ഈ ഉമ്മച്ചിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാനുള്ളത്? ആർക്കാണ് ആകാശലോകത്തെ വിവരങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? വഹി പോയില്ലേ? ഹബീബിന്റെ പോക്കോടുകൂടെ, ഹബീബിന്റെ വഫാത്തോടുകൂടെ വഹി നിലച്ചു പോയില്ലേ? അതുകൊണ്ടാണ് ഈ ഉമ്മ കരയുന്നതെന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. മുത്തനബിതങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്തിന് നല്ല അവബോധം നൽകുമായിരുന്നു. ആ അവബോധമാണ് ലോക പണ്ഡിതന്മാർ ഓരോരോ സമുദായത്തിനും അതത് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔഫ് ഇബ്നു മാലിക് അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത്. ഖിയാമത്ത് നാളെ നടക്കാൻ പോകുന്നുണ്ട്, വിചാരണ നടക്കാൻ പോകുന്നുണ്ട്. കാലങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും ആ ലോകാവസാനം വരെ ഖബറിൽ കിടക്കുക തന്നെ വേണം. ആ ലോകാവസാനം നടന്നതിന് ശേഷമാണ്, രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് പുനർജന്മവും വിചാരണയും നടക്കുക. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്ത് 1000-ലേറെ വർഷം ജീവിച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം ഖബറിൽ കിടക്കുകയാണ്. 200 വർഷത്തോളം ജീവിച്ച സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ കിടക്കുകയാണ്.
100 വർഷത്തിലേറെ ജീവിച്ച ദാവൂദ് നബി അലൈഹിസ്സലാം ഖബറിൽ കിടക്കുകയാണ്. പ്രവാചകന്മാർ ഓരോരുത്തരും അവരുടെ അനുയായികളും ലോകാവസാനം വരെ വന്നു പോകുന്ന സർവ്വ മനുഷ്യർക്കും ഖബർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. മറവ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഖബർ ജീവിതമുണ്ട്. കത്തിക്കരിഞ്ഞ് ഭസ്മമായി പൊടിയായി പോയാലും അവർക്കും ഖബറുണ്ട്. അള്ളാഹു അവർക്ക് ഖബർ ജീവിതം നൽകുന്നുണ്ട്. എല്ലാവരും ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കണം. ലോകാവസാനം നടക്കണം. അത് നടന്നു കഴിഞ്ഞാലാണ് വിചാരണ ആരംഭിക്കുക. അവിടെ മുതലാണ് അനന്തമായ ഒരു ലോകത്തിന്റെ തുടക്കം. അത് സുഖമാണെങ്കിൽ സുഖം, അത് ദുഃഖമാണെങ്കിൽ ദുഃഖം. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന വാദിൽ അഫ്യഹിൽ ചെന്ന് റബ്ബിനെ നോക്കി കാണുന്നവർ അക്കൂട്ടത്തിലുണ്ട്. നരകത്തിൽ സഖൂം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നവർ അവരിലുണ്ട്. അള്ളാഹു സജ്ജനങ്ങളോടുകൂടെ നമുക്ക് സ്വർഗപ്രവേശം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കൃത്യമായി പറഞ്ഞു തരും 6 കാര്യങ്ങൾ സംഭവിക്കും. ഔഫ് ഇബ്നു മാലിക് നിങ്ങൾ നോക്കിക്കോ. ഇന്ന ബൈന യദ് സിത്തൻ ബൈന യദൈ സാഅ. അന്ത്യനാളിന്റെ മുമ്പ് 6 വിഷയങ്ങൾ സംഭവിക്കാനുണ്ട്. ഒന്ന് മൗതി, എന്റെ മരണമാണ്. എന്റെ മരണം നടന്നതിന്റെ ശേഷമേ ലോകാവസാനം സംഭവിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ, ചെറിയ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ് മുസ്തഫായ നബി തങ്ങളുടെ വിയോഗം. ثم فتح بيت المقدس, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം. ഇത് ഖിയാമത്തിന്റെ മുമ്പ് 6 നടക്കുന്നതിൽ രണ്ടാമത്തേത് അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് 4 വർഷത്തിനകം ഹിജ്റ 13-ാം കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനമുണ്ടായി. ആ ഫത്ഹ് വല്ലാത്തൊരു ഫത്ഹായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി സ്വർഗീയമായ സുഖങ്ങൾ ലഭിക്കും, സ്വർഗത്തിലാണ് എന്ന് നിബിതങ്ങൾ സന്തോഷവാർത്ത നൽകിയിരുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة. അതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരെ ഒരൊറ്റ ഇരുത്തത്തിൽ ഒരു മജ്‌ലിസിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞ 10 പേർ. അതിൽപ്പെട്ട മഹാനാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കീഴിൽ ഒരു സൈന്യം ചെന്ന് മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റും 1 മാസത്തോളം ഉപരോധം തീർത്തപ്പോഴാണ് ജെറൂസലമുകാർ, ഈലിയ നാട്ടുകാർ, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ആ പ്രദേശത്തെ ഖുദ്സിന്റെ ആളുകൾ, ജെറൂസലേമിന്റെ ആളുകൾ, ഖുദ്സ് എന്ന അറബിയിൽ പറയുന്നതാണ്, ഇംഗ്ലീഷിൽ ജെറൂസലേം എന്ന് പറയുന്നത്. അതിന് നബിയുടെ കാലത്തുള്ള പേര് ഈലിയ എന്നായിരുന്നു. അൽ ബൈത്തുൽ മുഖദ്ദസ്, പരിശുദ്ധമായ വീട് എന്നാണ് നബി തങ്ങൾ പറയാ. ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, രണ്ടും ശരിയാണ്. ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, മഖ്ദിസ് ഈലിയയാണ്, ജെറൂസലേമാണ്. ജെറൂസലേമിലെ നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സ, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഇസ്രാ കൊണ്ടുപോയ പള്ളിയാണത്. സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ആ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ 6 ചെറിയ അടയാളങ്ങളിൽ ഒന്നാണെന്ന് ഔഫ് ഇബ്നു മാലിക്, മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ആ ഹദീസാണ് ഇമാം ബുഖാരി ഇവിടെ ഉദ്ധരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ജെറൂസലേമിന്റെ ക്രിസ്തീയ ഭരണാധികാരികൾ, അവിടുത്തെ പാട്രിയാർക്കീസ് കത്തെഴുതുകയാണ്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, ഞങ്ങളുടെ നാട് 1 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങളുടെ അമീർ, മുസ്ലിമീങ്ങളുടെ ഖലീഫ നേരിട്ട് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ മഹാന്റെ കയ്യിൽ ഈ താക്കോൽ ഏൽപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്.
ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, ചോരചിന്തലിന്റെ ആവശ്യമില്ല, രക്തക്കളം ഇവിടെ വേണ്ട. സമാധാനപരമായി ഞങ്ങൾ ഈ പള്ളിയുടെ താക്കോൽ ഇസ്ലാമിന്റെ ഖലീഫക്ക് കൈമാറും, നിങ്ങളാർക്കുമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിന്ന് ജെറൂസലേമിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. മഹാനവറുകൾക്ക് അവിടെ നിന്ന് കാർ പിടിക്കാൻ പറ്റില്ല, ബസ്സില്ല, ട്രെയിൻ ഇല്ലല്ലോ. ആ കാലഘട്ടം മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് നടന്നു പോകണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ ആ കൊച്ചുവേഗതയിൽ ഒട്ടകപ്പുറത്ത് തന്റെ പരിചാരകന്റെ കൂടെ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ജെറൂസലേമിന്റെ ഭരണം, ബൈത്തുൽ മഖ്ദസിന്റെ ഭരണം അല്ലാഹു നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സമാധാനത്തോടെ അതിന്റെ താക്കോല് വാങ്ങിക്കാൻ ഖലീഫക്ക് എന്താണ് വിരോധം? ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജെറൂസലേമിലേക്ക് അന്ന് വന്നത്. ചരിത്രം നിങ്ങൾ കേട്ടതായിരിക്കും. അന്ന് മഹാനവറുകൾ ജെറൂസലേമിലെ ജബൽ സൈത്തൂൻ എന്ന് പറയുന്ന മലയാണ്. ആ മലയുടെ ഇപ്പുറത്തൊരു മലയുണ്ട്, ജബൽ മുക്കബ്ബിർ. അവിടെയാണ് മസ്ജിദ് ഉമർ ഉള്ളത്, അവിടെയാണ് ഈസാ നബി ജനിച്ച പള്ളിയുള്ളത്. മസ്ജിദുൽ വിലാദ എന്ന് പറയുന്ന നാറ്റിവിറ്റി ചർച്ച്, കനീസത്തുൽ വിലാദ, നാറ്റിവിറ്റി ചർച്ച് എന്ന ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ഒരു ചർച്ചിനകത്താണ്. ആ ചർച്ചും അതിന്റെ ഒരു ഏതാനും മീറ്ററുകൾക്ക് പുറത്തേക്ക് മഹാനായ ഉമർ എന്നവർ നിസ്കരിച്ച പള്ളിയുണ്ട്. അവിടെ മസ്ജിദ് ഉമർ. ആ കുന്നിൻ മുകളിൽ നിന്നാൽ ഒരു താഴ്വരയാണ്. കഴിഞ്ഞാൽ അപ്പുറത്ത് കുന്ന് കാണാം, അതാണ് ജബൽ സൈത്തൂൻ, അതാണ് ഒലിവ് മല. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അതിന്റെ മീതെ നിന്നാണ്, അതിന്റെ അരികത്ത് നിന്നാണ് ഈസാ നബിയെ അല്ലാഹു ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയത്. അവിടെ മഹാന്മാരായ സ്വഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. വളരെ മനോഹരമായ ശ്രേഷ്ഠമായ അൽ ബൈത്തുൽ മുഖദ്ദസ്, അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ സുലൈമാൻ നബി നിർമ്മിച്ച പള്ളിയാണത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മലയിൽ വന്ന് നിന്ന് അപ്പുറത്തെ മലയിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്ജിദുൽ അഖ്സയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഹാൻ മദീനയിൽ നിന്ന് യാത്രയായി വന്ന് ആ കുന്നിൻ മുകളിൽ വന്നപ്പോൾ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പർവ്വതത്തെ ജബൽ മുഖബ്ബിർ എന്നറിയപ്പെടുന്നത്. ആ പർവ്വതത്തെ നോക്കിയാൽ മസ്ജിദുൽ അഖ്സയുടെ കുബ്ബ കാണാം, ഒരു ചാര നിറത്തിൽ. ഇപ്പുറത്ത് കാണാം സ്വർണ്ണ നിറമുള്ള ഒരു കുബ്ബ, അതാണ് ഖുബ്ബത്തുസ് സഖറ എന്ന് പറയുന്ന പള്ളി. ആ പള്ളിയുടെ ഉള്ളിലാണ് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയ പാറയുള്ളത്. അതൊക്കെ ഇന്നും സന്ദർശകർക്ക് ചെന്ന് കാണാൻ കഴിയും. മഹാനായ ഉമർ എന്നവർക്ക് താഴെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. ഇന്ന് ആ അരുവി ഞങ്ങൾ ചെന്ന് കണ്ടിട്ടില്ല, മുമ്പുണ്ടായിരുന്ന അത്ര അവിടെ അരുവിയുണ്ട്. ആ വെള്ളത്തിലൂടെ ചവിട്ടി വേണം ഉമർ എന്നവർക്ക് ആ അപ്പുറത്തെ കുന്നിലേക്ക് പോകാൻ, ജബൽ സൈത്തൂനിലേക്ക്, ഒലീവ് മലയിലേക്ക്, ഒലീവ് പർവ്വതത്തിലേക്ക് ചെല്ലാൻ. അന്നേരം കാലിൽ ചെളിയുണ്ട്. ആളുകൾ, സ്വഹാബിമാർ, അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ആരൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയുമോ? ക്രിസ്തീയ ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മസ്ജിദുൽ അഖ്സയുടെ ഭരണം കൈയാളുന്ന ആളുകൾ. അവര് പറയുന്നുണ്ട്, ഖലീഫയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് സ്വീകരിക്കണം. അമീറുൽ മുഅ്മിനീൻ, കാലിൽ ചെളിയുമായി നിങ്ങൾ ചെന്നാൽ അപമാനമല്ലേ അമീറുൽ മുഅ്മിനീൻ? നിങ്ങളുടെ ദേഹത്തിലുള്ള വസ്ത്രം നോക്കൂ, എത്രയോ തുന്നിപ്പിടിപ്പിച്ച അടയാളമുണ്ട്. നിങ്ങൾ 20 ഭൗതിക രാജ്യങ്ങളുടെ നേതാവാണ്, 20 രാജ്യങ്ങളുടെ പ്രസിഡന്റാണ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, 20 രാജ്യങ്ങളുടെ ആ ഒരു സ്ഥാനം വഹിക്കുന്ന നിങ്ങൾ ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടുപോയാൽ മോശമല്ലയോ? ഞങ്ങൾ നിങ്ങൾക്കൊരു ഓവർകോട്ട് കൊണ്ടുവരാം, ആ കോട്ട് ധരിച്ച് നിങ്ങളൊരു നല്ല ലുക്കിൽ വേണം പോകാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ലോക പ്രശസ്തമായ ഒരു വാക്ക് പറഞ്ഞത്. ആ വാക്ക് ഇന്നും സജീവമായി നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ ആലിമീങ്ങളുടെ വാക്കുകളിൽ നിലനിൽക്കുന്നു. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, نحن قوم أعزنا الله بالإسلام فمن ابتغى العزة في غيره أذله الله. നമ്മൾ മുസ്ലിമായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നാണ്. നമ്മൾ മുസ്ലിമീങ്ങളായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. അതുകൊണ്ട് അഭിമാനത്തിന് വേണ്ടി മറ്റേതെങ്കിലും വഴി നോക്കിയാൽ നമുക്ക് നിന്ദ്യതയായിരിക്കും അള്ളാഹു നൽകുക. അതുകൊണ്ട് ഉമർ തുന്നിപ്പിടിപ്പിച്ച ഈ വസ്ത്രം
പാകിസ്ഥാൻ തന്നെ കാലിലെ ഈ ചെളിയോടുകൂടെ ആ സമയത്ത് ഉമർ എന്നവരുടെ പരിചാരകന്റെ ഊഴമായിരുന്നു ഒട്ടകപ്പുറത്തിരിക്കാൻ. ഉമർ എന്നവർ ഒട്ടകത്തിന്റെ കയറി പിടിക്കുന്ന നേരം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്റെ ഖാദിമിനോട്, തന്റെ പരിചാരകനോട് ഉമർ എന്നവർ പറഞ്ഞിരുന്നു, ഞാൻ 2 മണിക്കൂർ ഇരുന്നാൽ, ഒട്ടകപ്പുറത്തിരുന്നാൽ 2 മണിക്കൂർ നേരം നിങ്ങളാണ് ഒട്ടകത്ത് തെളിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങും, നിങ്ങൾ കയറണം. ഞാൻ ഒട്ടകത്തിന്റെ കയറി പിടിക്കും. ആര്? ലോകത്തിന്റെ ഖലീഫ, മുസ്ലിം ലോകത്തിന്റെ ഖലീഫ. ആ ഊഴമായി ചെന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ചെല്ലുമ്പോൾ മഹാനായ ഉമർ എന്നവരുടെ ഊഴം ഒട്ടകത്തിന്റെ കയറ് പിടിക്കാനാണ്. അപ്പോഴാണ് സ്വഹാബിമാർ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്നവർ ഇവിടെയുണ്ട്. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ ഊഴം ഞങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. മസ്ജിദുൽ അഖ്സ എന്ന ജൂതന്മാരുടെ ആസ്ഥാനമായിരുന്ന മൂസ നബി അലൈഹിസ്സലാം താലോലിച്ചുകൊണ്ട് നടന്ന, എന്നാൽ മൂസ നബി അലൈഹിസ്സലാം വരാൻ ആഗ്രഹിച്ച മൂസ നബിക്ക് ജെറൂസലേമിലേക്ക് കടക്കാൻ പറ്റിയില്ല എന്നാണ് ചരിത്രം. മൂസ നബി ലക്ഷ്യമാക്കി പുറപ്പെട്ടത് അങ്ങോട്ടായിരുന്നു. സുലൈമാൻ നബി സ്ഥാപിച്ച പള്ളിയാണത്. ആ പരിശുദ്ധമായ പള്ളിയുടെ എല്ലാ ഉത്തരവാദിത്തവും അതിന്റെ എല്ലാ ഫയലുകളും ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് കൈമാറാൻ പോകുന്ന ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണിത്. അതുകൊണ്ട് ഉമറേ, ഒട്ടകപ്പുറത്ത് ഒരാളെ കണ്ടാൽ അവർ വിചാരിക്കും അയാളാണ് ഖലീഫയെന്ന്, നിങ്ങൾ മീതെ കയറണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, ഇതെന്റെ പരിചാരകന്റെ ഊഴമാണ്, എന്റെ ഊഴം കഴിഞ്ഞു, ഇനി അവനിരിക്കട്ടെ, ഞാനാണ് ഒട്ടകത്തിന്റെ കയറ് പിടിക്കേണ്ടത്, അങ്ങനെയാണ് ഞാൻ അവരെ ചെന്ന് കാണുക എന്ന് പച്ചയായ മനുഷ്യനായി, പച്ചയായ ഒരു മുസ്ലിമായി, പ്രകടനകളില്ലാതെ, പ്രകടന തൽപരതകളില്ലാതെ, ആളാവണം എന്ന മോഹമില്ലാതെ, എന്തെങ്കിലും വേഷമോ കോലം കെട്ടണം എന്നൊന്നും പാടില്ലാതെ നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കാൻ ഉമർ എന്നവർ ചരിത്രത്തിലെ നിർണായകമായ ഈ മുഹൂർത്തത്തിൽ എടുത്ത നിലപാടുകൾ. ആ സംഭവമാണ് നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് പറഞ്ഞത്, ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ് എന്നേക്കുമായി മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടും. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം, ആദ്യത്തെ മോചനം, എന്നേക്കുമായുള്ള മോചനം ഇനി മഹ്ദി ഇമാമിന്റെ വരവിന് ശേഷമാണ്. എന്നാൽ അന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഫത്ഹ്, ഒരു വിമോചനം നടക്കും. അത് ഖിയാമത്തിന്റെ മുമ്പ് നടക്കുന്ന 6 എണ്ണത്തിൽ ഒന്നാണ്. രണ്ടാമത്തേത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഔഫ് ഇബ്നു മാലിക് യഅദദ 6, 6 എണ്ണം എണ്ണിക്കോ. ഒന്ന് എന്റെ മരണമാണ്, രണ്ടാമത്തേത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം. നബി തങ്ങളുടെ മരണം കഴിഞ്ഞു. ഉമർ എന്നവരുടെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ബിഇജ്മാഇൽ ഉലമാ, ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ഏകോപിച്ച് പറഞ്ഞു, ഈ സംഭവം നടന്നു കഴിഞ്ഞു ഉമർ എന്നവരുടെ കാലത്ത്. ഇനി മൂന്നാമത്തേത് നടക്കാൻ പോകുന്നു നബി തങ്ങൾ പറഞ്ഞത്, അതും നടന്നു കഴിഞ്ഞു. ثم موتان يأخذ فيكم كعقاص الغنم എന്നും അതുപോലെ ഖുആസുൽ ഗനം എന്നും 2 വാക്കുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ثم موتان يأخذ فيكم كقعاس الغنم. ഭാഷാ പണ്ഡിതനായ ഇബ്നു ഫാരിസ് അതിന് കൊടുത്ത അർത്ഥം, ആടുകളുടെ, ഒട്ടകങ്ങളുടെ കഴുത്തിലും വയറ്റിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ആ അസുഖം വന്നാൽ ഉടനടി അവകൾ ചത്തുപോകും. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു വലിയ മഹാമാരി വരാനുണ്ട്, ഒരു വലിയ വിപത്ത്. ഷാമിനെ സംബന്ധിച്ചാണ് നബി തങ്ങളാ പറയുന്നത് എന്ന് സ്വഹാബിമാർക്കറിയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷാമിലുണ്ടായ ഒരു വലിയ കോളറ പോലെ പടർന്നു പിടിച്ച ഒരു വലിയ രോഗമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണെന്ന് മരിച്ചത്. അവരിൽ മരിച്ചവരിൽ പ്രധാനികളാണ് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ആ രോഗത്തിൽ മരിച്ച മഹാനാണ് 33ാമത്തെ വയസ്സിൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം ആ മഹാമാരിയിൽ അന്ന് മരണപ്പെട്ടവരാണ്. ഒരു വലിയ അസുഖം, പടർന്നു പിടിക്കുന്ന അസുഖം, അതിനാണ് മൂച്ചാൻ എന്ന് അറബിയിൽ പറയുന്നത്. മൂച്ചാനുൻ യഖുദു ഫീകും കഖുആസുൽ ഗനം. ആടുകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്ന പോലെ വളരെ പെട്ടെന്ന് മനുഷ്യർ കൂട്ടമായി മരിച്ചു പോകുന്ന ഒരു വലിയ മഹാമാരി വരുന്നുണ്ട്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫലസ്തീനിൽ സിറിയയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ
സംഭവവും പുലർന്നു കഴിഞ്ഞു എന്ന് ഹദീസ് പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ സംഭവത്തിന് ത്വാഊസ് അംവാസ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ത്വാഊനു അംവാസ്, അതിലാണ് മുആദ് ഇബ്നു ജബൽ എന്നവരും അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് എന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബി അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ വഫാത്തായത് ആ സംഭവത്തിലാണ്. അതും നടന്നു കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ثم استفاضة المال حتى يعطى الرجل 100 دينار فيظل ساخطا. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സമ്പത്തിന് മൂല്യമില്ലാതെ വരും, പണത്തിന് മൂല്യമില്ലാതെ വരും. സമ്പത്ത് ഒഴുകുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കറൻസികൾക്ക് മൂല്യമില്ലാതെയായി വരുന്നത് രാജ്യങ്ങളിൽ മുഴുവനും കറൻസിക്ക് മൂല്യമില്ലാതെയാവും. 100 ദീനാർ കൊടുത്താൽ ഒരു മനുഷ്യൻ ദേഷ്യപ്പെടും. എന്താണ് 100 ദീനാർ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? 1 ദീനാർ ഉണ്ടെങ്കിൽ 10 കൊല്ലം ജീവിക്കാൻ അന്നത്തിന് മാത്രം 1 ദീനാർ മതി. ദിർഹമല്ല, ദീനാർ. അത്രയും വിലപിടിപ്പുള്ള കാലം ചരിത്രത്തിൽ കഴിഞ്ഞുപോയി, പിന്നീട് കുറഞ്ഞു വന്നു. എന്നാലും നല്ല മൂല്യമുണ്ട്. ദീനാർ സ്വർണ്ണ നാണയമാണ്. 100 സ്വർണ്ണ നാണയം കൊടുത്താൽ ഒരു മനുഷ്യൻ അവൻ ദേഷ്യപ്പെട്ട് ചീത്ത പറയും. 100 ആണോ എനിക്ക് തന്നത്? 100 കൊണ്ട് ഞാൻ എന്തു ചെയ്യാൻ? എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ഈ 100 തികയുമോ എന്ന് മനുഷ്യന്മാർ പറയുന്ന ഒരവസ്ഥയിൽ 100 കൊടുത്താൽ ദേഷ്യപ്പെടുന്ന കാലം ഒന്നുകൊണ്ട് മതിയാവില്ല. നമ്മുടെ നാടുകളിലെ നിസ്സാര വിഷയങ്ങളിൽ യാചകന്മാർക്ക് 1 രൂപയോ 5ഓ 10ഓ കൊടുത്താൽ 50 കൊടുത്താൽ വരെ ചൂടാവുന്നവരെ കാണാം. നമുക്കറിയില്ലേ, എല്ലാ രാജ്യങ്ങളിലും കറൻസികളുടെ മൂല്യമില്ലായ്മയുടെ ദുരന്തം അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട്. റഷ്യൻ രാജ്യങ്ങളിൽ, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ആ കെടുതിയിലാണ്. ഇറാനിന്റെ കറൻസിക്ക് അങ്ങനെയാണ്. വിവിധ രാജ്യങ്ങളിൽ കറൻസികൾക്ക് മൂല്യമില്ലാതെ 100, 1000, മില്യൺ കണക്കിന് നോട്ടുകളാണ്. മില്യന്റെ 1 മില്യൺ നോട്ടുകൾ, 2 മില്യന്റെ 10 മില്യന്റെ നോട്ട്, ഒരു നോട്ട്. കാരണം അത് സാധാരണ ഒരു കറൻസിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിന് മൂല്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്ന കാലം എന്നാണ് അത്രേ ഇതിന്റെ ആശയമെന്ന് ഹദീസ് പണ്ഡിതന്മാർ. സാധനങ്ങൾക്ക് വില കൂടും, എന്നാൽ മനുഷ്യന്റെ കയ്യിൽ വരുന്ന കാശിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാശ് കൊണ്ട് നാം ഉദ്ദേശിച്ചത് പണ്ട് വാങ്ങിക്കാമായിരുന്നു. നമ്മുടെ പഴമക്കാര് പറയില്ലേ, അന്നൊരു 100 രൂപയുണ്ടെങ്കിൽ എന്താണ്? അന്ന് സ്കൂൾ മാഷുമാർക്ക് കിട്ടുന്ന ശമ്പളം 20 അണ, 13 അണ, 5 അണ, 10 അണ. അത് കഴിഞ്ഞ് ഇപ്പൊ 10,000, 20,000 കിട്ടിയാൽ ചെലവിന് തികയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ വാക്ക് പുലർന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്തിഫാദത്തുൽ മാൽ യുഅത റജുലു 100 ദീനാരിൻ ഫയദല്ലു സാഖിതാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് 5-ാമത്തേത് പറയുകയാണ്, ഫിത്ന. ഒരു ഫിത്ന വരും, ഒരു പരീക്ഷണം വരും. ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലത്. വേറെ ഹദീസിൽ ബൈതു മദരിൻ വലാ വബരിൻ ഇല്ലാ ദഖലതുഹു. ഏത് പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീടിനകത്തേക്ക് കടന്നു വരുന്ന ഒരു ഫിത്ന, അത് അറബികളുടെ വീട്ടിലേക്കും വരും, അനറബികളുടെ വീട്ടിലേക്കും വരും, പാവപ്പെട്ടവന്റെ വീട്ടിലും വരും, മുതലാളിയുടെ വീട്ടിലും വരും. ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിൽ നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന സംഗതികൾ, ആഖിറത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തടസ്സമാവുന്നത്, നമ്മുടെ നിസ്കാരം തടസ്സപ്പെടുത്തുന്നത്, നമുക്ക് അല്ലാഹുവിനെ കാണണം എന്ന ചിന്ത നമ്മെ കൊണ്ടുവരാത്തത്, നമ്മുടെ ദിക്റിന്റെയും തസ്ബീഹിന്റെയും ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സമയമെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത്, അതല്ലേ ഫിത്ന. നമ്മുടെ മക്കള് മോശപ്പെട്ട ചിന്തകൾ പഠിച്ചു പോകുന്നത്, നമ്മുടെ മക്കൾ അവർ കാണുന്നത് കോപ്പിയടിച്ച് ജീവിതത്തിൽ ഇത് തന്നെയാണ് സത്യമെന്ന് വിചാരിച്ച് അവർ തിന്മയെ പുൽകാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അറിയണം, ഓരോ മനുഷ്യന്റെയും വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന ഈ ഫിത്ന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ്? സമകാലികരായ പണ്ഡിതന്മാർ, സമകാലികരായ ആലിമീങ്ങൾ, ആധുനികരായ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. സമകാലികരായ മുആസിരീങ്ങളായ പണ്ഡിതന്മാർ, മഹാനായ അബ്ദുല്ലാഹ് ബിൻ ബയ്യെ പോലെയുള്ള ഇന്ന് ജീവിച്ചിരിപ്പുള്ള സാത്വികരായ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ അത്തിൽഫാസ്,
നമ്മുടെ വീടുകളിൽ വെക്കുന്ന ടെലിവിഷനാണ്, ടിവിയാണ്, സാറ്റലൈറ്റ് ഡിഷുകൾ പ്രവർത്തിക്കുന്ന ചാനലുകൾ നമ്മുടെ കൺമുമ്പിലേക്ക് സ്ക്രീനിൽ മാറി മാറി വരുന്ന ടിവിയെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞ ഫിത്ന കൊണ്ടുള്ള ഉദ്ദേശമെന്ന് മഹാന്മാരായ സൂക്ഷ്മജ്ഞാനികളായ കറകളഞ്ഞ ആലിമീങ്ങൾ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, തൊട്ടടുത്ത് മുമ്പ് കഴിഞ്ഞ ജനറേഷനിൽ കഴിഞ്ഞു പോയവർ, പ്രഗത്ഭരായ ആലിമീങ്ങൾ മുഴുവനും ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ ടിവിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതെന്നാണ് അർത്ഥം കൊടുത്തത്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ അതിന്റെ കെടുതിയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഇരുതല മൂർച്ചയുള്ള ഒരു കത്തിയാണത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നല്ലതിന് ഉപയോഗിക്കാം, എന്നാൽ മോശപ്പെട്ടതും സംഭവിക്കാം. അത് നന്മക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ മാറ്റിവെക്കുക, ഒഴിവാക്കി കളയുക. ഇത് ഫിത്നയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ലാ യദഉ ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ ദഖലത്. ഏത് പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിൽ ടിവി കടന്നു വരും എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉപകരണത്തെ നമ്മൾ ആക്ഷേപിക്കുകയല്ല, അത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് നോക്കിയാണത്. ഒരു കത്തി കൊണ്ട് നിങ്ങൾക്ക് അടുക്കളയിലെ ജോലി ചെയ്യാം. കൊലപാതകം ചെയ്യുന്നവരും കത്തി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കത്തി തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. അതിന്റെ നിയന്ത്രണം നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ അത് ഒഴിവാക്കി കളഞ്ഞേക്ക്. നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും ഇസ്ലാമിക സംസ്കാരം ഇതുപോലെയുള്ള വാദങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ കേട്ട് മനസ്സിലാവുന്ന ഈമാനിന്റെ പ്രഭ നമ്മുടെ ചാനലുകൾ കൊടുത്തുവിടുന്ന ഓരോരോ പ്രോഗ്രാമുകൾ, സിനിമകൾ, നമ്മുടെ സീരിയലുകൾ, ഇതുപോലെയുള്ള സംഭവങ്ങളിലൂടെ എന്താണോ അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നത് അതിന്റെ നേർ വിപരീതമല്ലയോ നമ്മുടെ സമൂഹം കാണുന്നത്, നമ്മൾ കാണുന്നത്, നമ്മുടെ മക്കൾ കാണുന്നത്. എത്ര പേർ അതിന്റെ മുമ്പിൽ നിന്ന് സമയം കളയുന്നുണ്ട്. പാതിരാവോളം ഇരിക്കുന്നവർ, നേരം വെളുക്കുവോളം ഇരിക്കുന്നവർ. നമ്മുടെ വീടുകളിൽ വന്ന ഈ നാശത്തിന്റെ പിറകെ ആളുകൾ മടിയന്മാരായി മാറിയത്. രാവിലെ ജോലിക്ക് പോകുന്നവൻ നേരം വെളുക്കുന്നവരെ ശ്ലീലവും അശ്ലീലവും കണ്ടിരിക്കുന്നു. പിന്നെ എവിടെ നിന്നാണ് അവൻ ഉറങ്ങുക? ഉറങ്ങിയാലല്ലേ ഉന്മേഷം ഉണ്ടാകൂ. എന്നിട്ട് അവൻ എങ്ങനെ ജോലിക്ക് പോകും? ചെറുപ്പക്കാരിൽ എങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും? എങ്ങനെ ക്രിയാത്മകത ഉണ്ടാകും? എങ്ങനെ അവരെ നല്ലൊരു സമൂഹമായി മാറും? നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ പെൺകുട്ടികളെ. അത് പ്രേമമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജീവിതത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടാത്തവരാണ് സിനിമകൾ സംവിധാനം ചെയ്യുന്നു. നമ്മൾ അറിയണം, ജീവിതത്തിന് പരലോകം എന്നൊരു മറുപുറമുണ്ട് എന്നറിയാത്തവരാണ് നമ്മുടെ സംവിധായകന്മാർ. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യ ജീവിതം ഇവിടെ തടിച്ചു പൊളിച്ചു തീർക്കാനുള്ളതാണ്. ഇതിൽ ഒരു ഉത്തരവാദിത്വവും നാളെ ആരോടും പറയേണ്ടതില്ല. യോലോ എന്നാണ് അവർ പറയാ. യു ലിവ് ഓൺലി വൺസ്. നമ്മൾ അവരോട് പറയുന്നു, നോ, you live only twice. നീ രണ്ട് തവണ, you live twice. രണ്ട് തവണ നിനക്ക് ജീവനുണ്ട്. ഒന്ന് ഭൂമിയിലെ ജീവൻ, രണ്ട് പരലോകത്തെ അനന്തമായ ഒരു ജീവൻ. യോൾട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. യോൾട്ട്, YOLT. You only live twice. അതിന്റെ മറുപുറമാണ് യോലോ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചില ടീഷർട്ട് ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാർ യോലോ അവന്റെ പുറത്തുണ്ട്. എന്താണ് എഴുതിയതെന്ന് അവന് പോലും അറിയില്ല. ഈ യോലോ എന്ന് പറഞ്ഞാൽ എന്താ? യു ഓൺലി ലിവ് വൺസ്. നീ ഒരിക്കലേ ജീവിക്കുള്ളൂ. അടിച്ചു പൊളിച്ചോ എന്നതിനർത്ഥം. മരിച്ച ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ മക്കൾ. ഇന്നലെ ഞാൻ ഒരാളുടെ ടീഷർട്ടിൽ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടു, ഗെറ്റ് ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് യുവർ സെൽഫ്. പോയി തൊലയുന്നതിന്റെ അർത്ഥം ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയാണ് ഇംഗ്ലീഷിലെ. മുമ്പിൽ വെച്ചിട്ട് സാധു അറിയില്ല, അവർക്ക് അറിയില്ലായിരിക്കും എന്താണ് അതിന്റെ അർത്ഥം. നോക്കുമ്പോൾ അതാ കാണുന്നത്. സുഹൃത്തുക്കളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ആശയം ഞാൻ പറയാം. ഗെറ്റ് ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് യുവർ സെൽഫ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ലോഗോകൾ വളരെ 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 എന്താ പറയാ, പൈശാചികമാണ്. അങ്ങനെ പറയാം. ഡെവിൽസ് എന്നൊക്കെ എഴുതുക, ഷെയ്ത്താൻമാർ എന്നതിന്റെ അർത്ഥം. ചില ക്ലബുകളുടെ പേര് ഡെവിൽ. ഈ ഡെവിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ത്താൻ. യുഫോ, ഭ്രാന്തന്മാരായ ഷെയ്ത്താന്മാർക്ക് പറഞ്ഞ പേരാണത്, യുഫോ. അതൊക്കെ നമ്മുടെ മക്കളൊക്കെ ടീഷർട്ടിനൊക്കെ പ്രിന്റ് ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണ് കൂളായിട്ട്. ഇത് നാളെ പരലോകമുണ്ട് എന്നറിയാത്ത ഒരു സമൂഹത്തിന്റെ ചിന്തകളാണ്. അവരാണ് ഇതൊക്കെ ലോകത്ത് പറഞ്ഞു വിട്ടത്. അവരുടെ ചിന്തകളിൽ നിന്ന് വരുന്ന വരകളിൽ നിന്ന്, എഴുത്തിൽ നിന്ന് വരുന്ന സംസ്കാരമാണ് നമ്മുടെ സ്ക്രീനുകളിൽ സിനിമയായി വരുന്നത്.
നമ്മൾ 2 തവണ ജീവിക്കേണ്ടവരാണ്. ഇവിടെയുണ്ടൊരു ജീവിതം, ഭൂമിയിലേക്ക് ഇനി ഒരു ജീവിതമില്ല. സാച്ചോൻ ജനം തെരെ എന്നൊക്കെ പാട്ടുകളുണ്ട്. 7 ജന്മങ്ങളിൽ ഞാൻ നിന്റെ കൂടെ, 7 പോകട്ടെ, 1 ഉള്ളൂ നിനക്കിവിടെ, നിനക്ക് 1 ഉള്ളൂ. സാത്തോൻ ജനമില്ല, 1 ഉള്ളൂ, ഒരു ജീവിതം. അടുത്ത ജീവിതം, ഈ ജീവിതത്തിന് കൊടുക്കേണ്ട റിസൾട്ട്, ഈ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമോ ശിക്ഷയോ ആണ് നാളെ നൽകപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് സിനിമക്കാർക്ക് പ്രേമമാണ് ഇതിവൃത്തം. 60ഉം 70ഉം കഴിഞ്ഞ നടന്മാർ, മലയാളത്തിലെ നടന്മാർ പോലും അഭിനയിക്കുമ്പോൾ പുതിയ സിനിമകളും പഴയതുമാവട്ടെ, അവരുടെ ഇതിവൃത്തം അവസാനം ഒരു പ്രേമത്തിൽ ബന്ധിക്കുന്നുണ്ട്. പ്രേമം ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്ന പോലെ പ്രേമമാണ് എല്ലാം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്ന പോലെ, ഏത് വിഷയത്തിലും സൃഷ്ടാവിനെ ഇടപെടുത്തുന്ന പോലെ. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് പറയട്ടെ, നമ്മുടെ ഹിന്ദി സിനിമകൾ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഹിന്ദി സിനിമകളാണ് അത്രേ കാണാൻ തുടങ്ങിയത്. യാ അല്ലാ, മലയാളം തന്നെ പോക്ക്. എന്താ ഹിന്ദിയുടെ കഥ? പച്ചയായ തോന്നിവാസത്തിന്റെ ആ വേഷവിധാനങ്ങൾ, ഇംഗ്ലീഷ് സംസ്കാരത്തിൽ പോലും കാണാത്ത വൃത്തിഹീനമായ സംസ്കാരവും വേഷവിധാനവും നമ്മുടെ മക്കള് കണ്ട് ഇത് സാധാരണമല്ലേ, ഇതിലെന്താ കുഴപ്പമെന്ന് നാളെ നമ്മളോട് ചോദിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംസ്കാരമാണ് നമ്മുടെ റൂമിനകത്തേക്ക് ചാനലുകൾ വഴി കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തവർ ടി വി വെക്കണ്ട. ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നവർ അവർ വെച്ചോ, അവരും അല്ലാഹു തമ്മിലാവട്ടെ, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ. കാരണം ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അല്ലാഹു തആല മദ്യനിരോധനം നടത്തുമ്പോൾ അതിന്റെ ചുവടുകളായി വന്ന ആയത്തുകളിൽ കാണാൻ കഴിയും, ഉപകാരത്തെക്കാൾ ഏറെ ഉള്ളത് അതിന്റെ ഉപദ്രവങ്ങളാണ്. മദ്യപാനത്തിൽ ഒരു ഉപകാരവുമില്ല. എന്നാലും ഖുർആൻ പറഞ്ഞു, കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കാശ് കിട്ടുന്നുണ്ട്. ബീവറേജസ് അതിന്റെ ലൈസൻസ് കിട്ടുമ്പോൾ, കച്ചവടം പൊടിപൊടിക്കുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മദ്യത്തിൽ ഉപകാരമുണ്ട്. എങ്ങനത്തെ ഉപകാരം? കച്ചവടത്തിന്റെ ഉപകാരം. പക്ഷെ അത് വേണ്ട കേട്ടോ, അതിന്റെ ഉപദ്രവം അതിലേറെ കൂടുതലാണ്. മദ്യം ഘട്ടഘട്ടമായിട്ടാണ് അള്ളാഹു നിരോധിച്ചത്. 2ാമത്തെ ഘട്ടം അങ്ങനെ അള്ളാഹു പറഞ്ഞത്. പിന്നെ പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിന് പോകുമ്പോൾ കുടിക്കരുത്. പിന്നെ ഉടനെ പറഞ്ഞു, എന്നേക്കുമായി ലഹരികൾ ഉപയോഗിക്കുന്നത് നിർത്തിവെക്കുക, എന്നേക്കുമായി സ്റ്റോപ്പാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഉപകാരത്തെക്കാളേറെ ഉപദ്രവമുള്ള ഈ ഒരു ഫിത്ന ഏത് പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീടുകളിൽ ഇന്ന് കയറിയിട്ടില്ലയോ? സ്ലമ്മുകൾ, മഹാനഗരങ്ങൾ, ബോംബെയിലോ ചെന്നൈയിലോ, അതുപോലെ തന്നെ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ ജയ്പൂരിലോ കൊൽക്കത്തയിലോ എവിടെയെല്ലാം നമ്മൾ സ്ലമ്മുകളുണ്ടോ, ചേരികളുണ്ടോ നമ്മൾ നോക്കുക. ടാർപ്പായ വിരിച്ചു കിടക്കുന്ന, ടാർപ്പായ മേഞ്ഞു കിടക്കുന്ന, ചുമരുകൾ പോലുമില്ലാത്ത ഫ്ലെക്സ് ബോർഡുകളെ കൊണ്ട് ചുമര് വെച്ച് കൊച്ചുകൂരയായി റോഡ് സൈഡുകളിൽ മലിനമൊഴുകുന്ന ആ ചാലുകൾക്കരികിൽ ജീവിക്കുന്ന നാടോടികളുടെ വീടിന്റെ മുകളിൽ പോലും ഒരു ഡിഷ് കാണാൻ കഴിയും. അതാണ് ലാ യദഉ ബൈത വബരിൻ വലാ മദരിൻ ഇല്ലാ ദഖലത്. പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീടിനുള്ളിലേക്ക്, ഓരോ അറബിയുടെയും അനർബിയുടെയും വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു ഫിത്നയുണ്ട്. ഇത് അല്ലെങ്കിൽ, ആ ഫിത്ന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? സർവ്വ മനുഷ്യരുടെയും വീടുകളിൽ എന്നാണ് ഇവ പറഞ്ഞത്. ബൈത്ത്, വീടാണ്. ബൈത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ കിടന്നുറങ്ങാൻ വരുന്ന സ്ഥലത്തിനാണ് ബൈത്ത് എന്ന് പറയാ. ബാത യബീതു എന്ന് പറഞ്ഞ ടു സ്റ്റേ അറ്റ് നൈറ്റ്, രാത്രി താമസിക്കുമ്പോഴാണ് ബാത യബീതു ബൈതൻ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന കിടപ്പറകളിൽ ടിവി സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മളും അല്ലാഹും തമ്മിൽ അകന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ലയോ? നിങ്ങൾക്ക് തിരുത്തി തരൂ. അല്ലെങ്കിൽ ആ സംസ്കാരം വന്നതിൽ പിന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ ലോകം, നമ്മുടെ ഗാഡ്ജറ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, നമ്മുടെ ഐപാഡുകൾ, ഈ സംഭവങ്ങൾ വന്നതിന്റെ ശേഷമല്ലയോ ഖുർആനിനോടുള്ള അകൽച്ചയുണ്ടായത്? അങ്ങനെയല്ലേ? മിനിമം വെള്ളിയാഴ്ച ദിവസമെങ്കിലും മര്യാദക്ക് ഖുർആൻ ഓതിയിരുന്നവർ, അൽഖഫെങ്കിലും ഓതിയിരുന്ന ആളുകൾ വാട്സപ്പിലെ ഗ്രൂപ്പുകളിൽ കയറിയിറങ്ങിയിട്ട് ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല. ഫേസ്ബുക്കിൽ വരുന്ന അപ്ഡേറ്റുകൾ വായിച്ചു തീർത്തിട്ട് ഖുർആൻ ഓതാൻ നേരമില്ല.
മാസങ്ങളായി അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളമായി വിശുദ്ധ ഖുർആൻ ഇരുന്ന് ഇതെല്ലാം ഒന്ന് പൂട്ടിവെച്ച് ബാറ്ററി എല്ലാം ഒന്ന് വലിച്ചെറിഞ്ഞൊരു മൂലയിലിട്ടിട്ട് അള്ളാഹുവിന്റെ കലാം മുമ്പിൽ വെച്ച് കണ്ണുകൊണ്ട് കരഞ്ഞ റബ്ബേ, ഏറ്റവും ശ്രേഷ്ഠമായ നിന്റെ വചനം എന്റെ മുമ്പിൽ, എന്റെ റൂമിൽ, എന്റെ വീട്ടിൽ ഖുർആനിന്റെ കോപ്പികൾ ഉണ്ടായിട്ട് അള്ളാഹുവേ, ഈ മൊബൈൽ ഫോണുകളും ഈ ഗാഡ്ജറ്റുകളും കാരണം അള്ളാഹുവേ നിന്റെ വചനം എനിക്ക് നോക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് സങ്കടപ്പെട്ട് കരയേണ്ടവരാണ് നമ്മൾ എത്രത്തോളം ഇതിന് അകന്നു, എത്രയെല്ലാം നന്മകൾ നമുക്ക് നഷ്ടമായി. പാതിരാവോളം ടി വി കണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ, സിനിമ കണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ സുബ്ഹി കിട്ടില്ലെന്ന് ഉറപ്പാണ്, ഖിയാമുൽ ലൈലിൽ നിന്ന് ഉറപ്പാണ്. അവർ പകല് ചെയ്യുന്ന അധ്വാനം പോലും അലസമാണ്. പറയേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കൃത്യമായി പുലരുകയാണ് നമ്മുടെ മുമ്പിൽ. ثم فتنة لا يبقى بيت من العرب إلا دخلته. മഹാനായ ഔഫ് ബിൻ മാലിക് എന്നവരോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ വാക്കുകളിൽ അറബിയും അനർബിയും പാവപ്പെട്ടവനും മുതലാളിയും എന്ന വ്യത്യാസമില്ലാതെ സർവരുടെ വീടുകളിലും കയറി വരുന്ന ഒരു ഫിത്നയുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയാൻ പോകുന്നതാണ് ഹർമജ്ദൂൻ യുദ്ധം എന്ന് പറയുന്നത്. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഈ ഉമ്മത്ത് കാണാൻ പോകുന്ന, നമ്മളോ നമ്മുടെ വരും തലമുറയോ കാണാനിരിക്കുന്ന ഏറ്റവും ഭീതിതമായ സംഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇനി നിബിധങ്ങൾ പറയാൻ പോകുന്ന വാക്കുകൾ. ثم هدنة تكون بينكم وبين بني الأصفر. നമ്മൾ തുടങ്ങി 1 മണിക്കൂറും 8 മിനിറ്റുമായി. നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി ഫ്രഷ് ആയിട്ടിരിക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങളെ ഇരിക്കുന്നതിന് മുമ്പ് കാലിന്റെ തരിപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച ഒരു ഏതാനും സെക്കൻഡുകൾ കൂടി നമുക്ക് നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക്, ഖിദ്മയുടെ ഈ സേവനത്തിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ കുനിയ ഇബ്രാഹിം ഹാജി 1 ലക്ഷം രൂപ ഇവിടെ ഒരു കവറിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെക്കായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, അല്ലാഹു അത് ഖബൂലാക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ആ ഒരു സ്വതക കാരണം എല്ലാവിധ ബലാ മുസീബത്തിൽ നിന്നും അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്നലെ ചായയും സർവത്ത് നിങ്ങൾക്കുണ്ട് ഇന്നലത്തെ പോലെ തന്നെ. പിന്നെ പെണ്ണുങ്ങളോടൊക്കെ പൊട്ടിയതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യേണ്ടി വരും? പൊട്ടാത്തത് കൊടുക്കേണ്ടി വരും അല്ലേ? പിന്നെ നിങ്ങളൊക്കെ വല്ലതും കരുതിയിട്ടുണ്ടോ? നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊന്ന് അറിയിക്കണം. ഇത് പരിപാടി കഴിയുന്നതിന് മുമ്പ്. എന്നാ പിന്നെ നേരത്തെ തന്നെ ബക്കറ്റ് പോയിക്കോട്ടെ. കാരണം 1 മണിക്കൂർ 10 മിനിറ്റ് ആയി. ബക്കറ്റ് പോട്ടെ. എന്നിട്ട് ആ കണക്കും തരും. പുരുഷന്മാരുടെ ഭാഗത്തിന് എന്താ കിട്ടിയത്, പെണ്ണുങ്ങളുടെ ഭാഗത്തിന് എന്താ കിട്ടിയത്, സ്വർണ്ണാണോ പൈസയായിട്ടോ എന്നൊരാഗ്രഹമുണ്ട്. നിങ്ങളോടൊരു വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, 9 മണിക്ക് തുടങ്ങും. നമ്മൾ 9 മണിക്ക് തുടങ്ങി. നിങ്ങളൊരു വാക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം. അത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയും വേണം. ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ വിഷമിക്കുന്നു വേണ്ട, പിന്നെ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ എങ്ങനെ. 2 റിപ്പോർട്ട് വേണം. ആണുങ്ങളും പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് എങ്ങനെ വന്നത്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇരിക്കെ അല്ലാഹു ഖബൂലാക്കട്ടെ. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തും സലാമത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ വെളിച്ചത്തിൽ ഇനി പറയാൻ പോകുന്നത് ഒരൽപ്പം ഭീതിതമായ എന്നാൽ ഗൗരവമേറിയ ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവങ്ങളാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 1 പവന്റെ ഒരു കോയിൻ ഒരു സഹോദരി, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി, അവര് കടക്കണിയിലാണ്. അതെളുപ്പം കടങ്ങൾ വീടാൻ, സന്തോഷ ജീവിതത്തിലും ദുആ ചെയ്യാൻ 1 പവന്റെ ഒരു കോയിൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. കടക്കണിയിലുള്ള ഒരു കുടുംബമാണ്. ആ സഹോദരിയുടെ ഈ സംഭാവന നമ്മുടെ സഹോദരിമാരൊക്കെയും ഒരൽപ്പം സ്വർണം നമ്മുടെ ഈ ഭവന നിർമ്മാണത്തിലേക്ക് നിങ്ങൾ കരുതി കൊണ്ടുവന്നതിന്റെ തുടക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കണേ റബ്ബേ. അത് വീടാനുള്ള വഴി നീ എളുപ്പമാക്കണമേ റബ്ബേ. അവരുടെ കുടുംബത്തിന്
മക്കളിൽ ജീവിതത്തിൽ ഖൈറും സന്തോഷവും നൽകണേ റബ്ബേ. നാളെ ഖബറിലേക്ക് വെളിച്ചമാകുന്ന സ്വതഖയാക്കണേ അല്ലാഹ്. നാളെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദാനമായി, ഒരു അമലായി ഈ സ്വതഖയെ നീ മാറ്റണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നീ ദുആ ഇറക്കാനുള്ളതെല്ലാം അടുത്ത ഒരു ഇന്റർവെൽ ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഞാൻ വായിക്കാം. അല്ലാഹു നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ബിസ്മില്ലാഹ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഅദദ സിത്തൻ ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 6 വിഷയങ്ങളുണ്ട്. 6 വിഷയങ്ങൾ. അതിൽ 6ാമത്തേത് ثم هدنة تكون بينكم وبين بني الأصفر, നിങ്ങളും മഞ്ഞയുടെ മക്കളും തമ്മിൽ. ആ ബനുൽ അസ്ഫർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യരും അമേരിക്കക്കാരുമാണെന്ന് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അർറൂം ഔ റുബ്ബ വ അംരീക ബിലാ ഖിലാഫ്. അങ്ങനെയാണ് ഈ വിഷയങ്ങൾ ആധുനികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്ന ആഴമേറിയ വിവരമുള്ള ആലിമീങ്ങൾ. ആധുനികരെന്ന് പറയുമ്പോഴേക്കും ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അവരെല്ലാം ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ കാലികമായ വിഷയങ്ങളിൽ അവർ തഫ്സീർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ബനുൽ അസ്ഫർ എന്ന് പറയുന്നത് യൂറോപ്യന്മാരും അമേരിക്കക്കാരുമാണ്. നിങ്ങളും, അതായത് മുസ്ലിമീങ്ങളായ നിങ്ങളും അവരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും. ശാന്തമായ സമാധാനപരമായ ഒരു കരാറിലായിരിക്കും നിങ്ങളും അവരും തമ്മിൽ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫയഗ്ദിറൂൻ, യൂറോപ്യന്മാർ നിങ്ങളെ ആ വിഷയത്തിൽ വഞ്ചിക്കും. ഫയഅ്തൂനകും തഹ്ത 80 ഗായ, അവര് 80 കൊടികൾക്ക് താഴെ വലിയൊരു സംഘമായി നിങ്ങളോട് പോരടിക്കാൻ വരും. അവിടെ ഗായ എന്നാണ് പറഞ്ഞത്, വാക്കർത്ഥം അവിടെ റായ എന്നാണ്. പക്ഷെ ഏതൊരു സൈന്യത്തിന്റെയും ലക്ഷ്യം അവരുടെ കൊടി ഉയർത്തലായതുകൊണ്ടാണ് കൊടിക്ക് ലക്ഷ്യം എന്നർത്ഥം വരുന്ന ഗായ എന്ന പദം കൊടുക്കാൻ കാരണം. അത് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാൻ, അത് അക്ഷരം തെറ്റിയതല്ല. തഹ്ത 80 ഗായ, 80 കൊടികൾക്ക് താഴെയായി യൂറോപ്യന്മാർ നിങ്ങളോട് പടപൊരുതാൻ വരും. تحت كل غاية 12,000. ഓരോ 80-ൽ ഓരോരുത്തരുടെയും കീഴെ, ഓരോ കൊടിയുടെയും കീഴെ 12,000 ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 80 കൊടികൾ, ആ ഓരോ കൊടിക്ക് പിന്നിലും 12,000 സൈന്യം. അങ്ങനെ വരികയാണെങ്കിൽ 80 തവണ 12,000 കണക്ക് കൂട്ടിയാൽ 9,60,000 വരുന്ന ആളുകൾ സൈന്യത്തിലുണ്ടാകും. ആ ഒരു സൈന്യവുമായി നിങ്ങൾ നടത്തുന്ന യുദ്ധമുണ്ട്. ആ യുദ്ധമാണ് ചരിത്രത്തിൽ ഹർമജ്ദൂൻ എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്തത്. മതപണ്ഡിതന്മാർ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ. ഹർമജ്ദൂൻ യുദ്ധം നടക്കുന്നത് 9,60,000 വരുന്ന യൂറോപ്യൻ അമേരിക്കൻ സഖ്യസേനക്കെതിരെ മുസ്ലിം സൈന്യം നടത്തുന്ന യുദ്ധമായിരിക്കും. ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസാണിത്. ഈ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചു. മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ, മഹാനായ ഹദീസ് പണ്ഡിതൻ ഇബ്നു മാജ എന്നവർ അവരുടെ സുനനിൽ, ഇബ്നു ഹിബ്ബാൻ എന്നവർ അവരുടെ സ്വഹീഹിൽ, ഇവരെല്ലാം മറ്റു ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. ഇനി പറയുന്നത് ഹദീസ് വാചകങ്ങളുടെ വ്യാഖ്യാനമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ യൂറോപ്യന്മാരുമായി സമാധാനപരമായ കരാറിൽ നിങ്ങളും അവരും ഒപ്പുവെക്കും. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ലോങ് ടേം ഡിഫൻസ് ആൻഡ് മിലിറ്ററി അഗ്രിമെന്റ്സ്,
കാലങ്ങളോളം നിലനിൽക്കുന്ന സൈനിക ആയുധ ഇടപാടുകളുടെ ഉടമ്പടികൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോഴേ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ജസീറത്തുൽ അറബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയും യമനും UAE-യും ഖത്തറും കുവൈറ്റും ബഹ്റൈനും നിലകൊള്ളുന്ന ഈ രാജ്യങ്ങളെയാണ് ജസീറത്തുൽ അറബ്, ദ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത്. അറേബ്യൻ ഉപഭൂഖണ്ഡം. അവിടെയുള്ള ആളുകളിൽ സംഭവിക്കുന്ന വിഷയമാണ് നബി തങ്ങൾ ഈ പറയുന്നത്. 9,60,000-ഓളം വരുന്ന ശത്രുക്കളായി യൂറോപ്യന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന്റെ മുമ്പ് അവരും നിങ്ങളും തമ്മിൽ സമാധാനപരമായ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും. സതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ. നമ്മളറിയാം, നമുക്കിന്നറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെ ബേസുകളില്ലാത്ത രാജ്യങ്ങൾ ഇല്ല തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി തങ്ങൾ ഇത് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷവും നടന്ന ഈ സംഭവങ്ങൾ ലോക ഭൂപടത്തിൽ, അറബ് ഭൂപടത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. എണ്ണയുടെ കണ്ടെത്തലിന്റെ ശേഷം, അതിന് മുമ്പില്ല. അതിനു മുമ്പ് മനുഷ്യന്മാർ ആട്ടിടയന്മാരാണ്. എണ്ണ കണ്ടെത്തപ്പെടുന്നത് 960-കളിൽ. അതിന് ശേഷമാണ് അവിടെ സാമ്പത്തികമായ ബൂമിംഗ്, സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകുന്നത്. അതിൽ പിന്നെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് വിദേശികളായ ആളുകൾ അവിടെ വന്ന് ജോലിക്കും ഫാക്ടറിയും കച്ചവടങ്ങളും ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാഞ്ഞങ്ങാട്ടുകാർ ഒരുപാട് ബക്കാലകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇവിടെ തുടങ്ങിയത്, അല്ലേ? അങ്ങനെയാണ്. സാമ്പത്തികമായ ആ ഒരു ഉന്നതി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് തിരിഞ്ഞു നോക്കും? പച്ചവെള്ളം കിട്ടാത്ത നാടല്ലേ അത്? നമ്മൾ ആലോചിച്ചു നോക്കൂ. മരുഭൂമിയിൽ പച്ചവെള്ളം കിട്ടുമോ? നമ്മുടെ കേരളത്തിലാണെന്ന് സങ്കല്പിക്കുക. പച്ചവെള്ളമെങ്കിലും കുടിച്ചൂടെ? വല്ല പുഴയിന്നും കിണറ്റിന്നും കുളത്തിൽ നിന്നെങ്കിലും ഇത് കിട്ടുമോ? ഗൾഫ് രാജ്യങ്ങളിൽ ആ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ, ഡീസലും പെട്രോളും നാച്ചുറൽ ഗ്യാസും ഇല്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് ചെല്ലും? അതുകൊണ്ട് 960-കൾക്ക് ശേഷം യൂറോപ്യൻ അമേരിക്കൻ നാടുകളുമായുള്ള കരാറിൽ അറബ് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. പേര് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇത് നബി തങ്ങൾ പറഞ്ഞു. സതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ. നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم تغزون أنتم وهم عدوا. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും. ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല. ആരായിരിക്കും ആ ശത്രു? ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കും, അല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള. അതല്ലെങ്കിൽ അത് ഷിആ ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട്. കാരണം ഷിആ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത്. ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട്. ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈൽ അയച്ചെന്നും. ഹൂസികൾ എന്ന് പറയുന്നത് പോലും, യമനിലെ ഹൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ ഇറാനെതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാനെതിരാകുമോ? അല്ലാഹു അലം. അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന, തീവ്രവാദം എന്ന് പറയുന്ന, തീവ്രപക്ഷക്കാരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധമായിരിക്കാം. ഈ 3 സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത്. ഈ ഹദീസ് 21-ാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ.
വമാ യൻതിഖു എന്റെ റസൂൽ പറയുന്നത് മുഴുവനും അനിൽ ഹവാ അവരുടെ സ്വയ ഇഷ്ടപ്രകാരമല്ല നബി പറയുന്നത്. എന്റെ റസൂൽ പറയുന്നത് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലാഹു നൽകുന്ന വഹ്യല്ലാതെ അല്ലാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്തെ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്താണോ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ നബി തങ്ങൾ നാവിലൂടെ പറയൂ. നിബിധങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല. സൂറത്തുൽ ഖലമിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊന്നും ഒരു പ്രവാചകൻ ഒറ്റക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റക്ക് പറയാൻ കഴിയോ? 1400 കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ, 1400 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക. നമുക്കിന്ന് ഒരു 100 കൊല്ലം അപ്പുറത്തേക്ക് 200 കൊല്ലം അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും? ആർക്ക് പ്രവചിക്കാൻ കഴിയും? പ്രവചിക്കാൻ അത് ശരിയായി പുലരുമോ? എത്ര പേര് പറഞ്ഞു 2000 ലോകം അവസാനിക്കുമെന്ന്? ചിലര് പറഞ്ഞു 2012 ഒരു ചുക്കും നടന്നില്ലല്ലോ. പലർക്കും പലതും പറയാം. പക്ഷേ പറഞ്ഞത് സത്യമായി പുലരുന്നത് അത് ഒന്നല്ല, രണ്ടല്ല, 100 കണക്കിന് അല്ല. എന്തെല്ലാം അവിടെ നിന്ന് പറഞ്ഞോ അതിൽ സാധ്യമായതെല്ലാം പുലർന്നു കഴിഞ്ഞ ഹബീബാണ് ലോകത്തിന്റെ ഗുരു, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ്. അത് വെറും ഒരു മനുഷ്യനല്ല, അത് അല്ലാഹുവിനാൽ നിയുക്തനായ പ്രവാചകൻ തന്നെ. ഇത് ലോക മുസ്ലിമീങ്ങൾ അറിയണം. മുസ്ലിമീങ്ങളോട് എതിർപ്പും വൈരാഗ്യവുമുള്ള ആളുകൾ അറിയണം ഈ പ്രവാചകൻ പറഞ്ഞു പോയ വാക്കുകൾ. എന്നിട്ട് മനസ്സിലാക്കണം ഇത് സത്യപ്രവാചകനാണോ അല്ലയോ എന്ന്. ആ ഹബീബാണ് നമ്മുടെ റസൂൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഈ ഹദീസെല്ലാം ഓതുമ്പോൾ ഹബീബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹബീബിന്റെ സദസ്സിൽ നിന്ന് ഇരിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങാനും മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഹബീബിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ കഥയാണ് ഈ ഹദീസ്. ഒരു 100 കൊല്ലം മുമ്പ് ഹദീസ് പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. ഒരു 100 കൊല്ലം മുമ്പ് വരെ, 1300 കൊല്ലം മുമ്പ് വരെ, 1300 വർഷം ഈ ഹദീസിന് എങ്ങനെയാണ് വ്യാഖ്യാനം നൽകുക? അറബ് ലോകത്ത് യൂറോപ്യരും അമേരിക്കക്കാരും വരികയോ, ഒട്ടകത്തെ മേച്ചു നടക്കുന്ന ലോകത്തേക്കോ, ഈത്തപ്പന പറിച്ചു നടക്കുന്ന, ഈത്തപ്പഴം പറിച്ചു നടക്കുന്ന ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരിലേക്ക് എന്തിന് അമേരിക്കക്കാരനും യൂറോപ്യരും വരണം? നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും എല്ലാം രേഖപ്പെടുത്തി കളയും. അതാണ് ഹദീസിന്റെ അത്ഭുതം. ഹദീസ് പണ്ഡിതന്മാർ ഒരിക്കലെങ്കിലും ആലോചിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ ഹദീസ് എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനെ എഴുതി വെക്കണം? ഇതിന് അർത്ഥമുണ്ടോ? ഒരു യുക്തിവാദി കണ്ടാൽ എന്തു പറയും? ഇതല്ല ഹദീസ് പണ്ഡിതന്മാർ ചിന്തിക്കുക. സ്വഹീഹായ സനദിലൂടെ, സത്യസന്ധമായ സനദിലൂടെ ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തലമുറകൾക്ക് മനസ്സിലാവും അതിനർത്ഥം. നമ്മൾ എഴുതി വെക്കാം. അതവർ എഴുതി വെച്ചു. അവരത് ആമന്നാ വസല്ലംനാ, ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചു. ഇതാണ് അവര് പറയാ. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടുകാർ യുക്തിവാദികളാണ്, അല്ലേ? മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പോലും യുക്തിവാദ ചിന്തകൾ തലയിൽ കയറിയവരാണ്. അവർക്ക് തെളിവിന്റെ മാമലകൾ വെച്ചുകൊടുത്താൽ പോലും ഇത് മാരണം, ഇത് മാജിക് ആണെന്ന് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് പറയുന്നവർ, അവരുടെ മുമ്പിലാണ് ഈ ഹദീസുകൾ പച്ചയായ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ, ആഗോള രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയത്. നിങ്ങളും യൂറോപ്യരും അമേരിക്കക്കാരും സൈനിക ഉടമ്പടികളിൽ ഒപ്പുവെക്കും, സമാധാനപരമായ ഒപ്പുവെക്കൽ. അങ്ങനെ നിങ്ങളും യൂറോപ്യൻ സൈന്യവും, ആ ഒരു സഖ്യ സൈന്യം നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ, ആ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ്, അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെയും ശത്രുവാണ്, അവർക്കെതിരിൽ നിങ്ങൾ പോരാടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫതുൻസറൂൻ, നിങ്ങൾ ജയിക്കും. വതഗ്നമൂൻ, ആ രാജ്യത്തെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളുടെ